ഗായ്സ്, നമ്മളിവിടുന്ന് ഇറങ്ങി റൂമൊക്കെ വെക്കറ്റ് ചെയ്തു. കുളിയും നനയൊക്കെ ഒരു വിധത്തിൽ തട്ടിക്കൂട്ടി നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വണ്ടിക്കകത്ത് മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി മൊത്തം ഐസും കൗപ്പൊക്കെ ആണല്ലോ. സോറി കേട്ടോ, ഐസൊക്കെ ആയതുകൊണ്ടേ, മഞ്ഞൊക്കെ ആയതുകൊണ്ട് വണ്ടി മൊത്തം നനഞ്ഞ് ഊറ്റി വരിയിരുന്നു. മഴയത്തിരുന്ന പോലെ ഇരുന്നത്. പിന്നെ കയ്യിലുള്ള കർച്ചീഫ് വേസ്റ്റാക്കി അതെല്ലാം തുടച്ച് ഇനി ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂർക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ 10 മിനിറ്റ് 110 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ നോക്കിയപ്പം നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ട്രാഫിക്ക് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു 3 മണിക്കൂർ 10 മിനിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ പോയിട്ട് വരാം. ട്രാഫിക്കും കോപ്പൊക്കെ കുറേ കഴിയട്ടെ. അങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ രാവിലത്തെ ഊട്ടി നല്ല വെയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ തണുപ്പ് അതിഭയങ്കരമായ തണുപ്പാണ് കേട്ടോ. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അവിടുത്തെ തണുപ്പ്. രാത്രി കിടക്കുമ്പോൾ 18-17 ആയിരുന്നു. നേരം വെളുത്തപ്പോൾ 9-10 അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ്. രാവിലെ ആണെങ്കിൽ ഇങ്ങേരെന്താ കാണിക്കുന്നത്. സൂര്യൻ ഉദിച്ചിങ്ങനെ കണ്ണി തന്നെ ഇങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ടിലുള്ള കൊണ്ട് ക്ലിയർ ആവുന്നില്ല. നല്ല കോടയും കാര്യങ്ങളൊക്കെ കേട്ടോ. KL 46 തമിഴ്നാട് JSR ഫാമിൻ്റെ വല്ലതുമാണ്. JSR ഫാം മുന്തിരി ഫാം ഉണ്ടല്ലോ, അതിൻ്റെ വണ്ടി വല്ലതാണെന്ന് അറിയാൻ വയ്യ. തമിഴിൽ എഴുതിയേക്കുന്നതുകൊണ്ട് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങ് പോട്ട്. ഈ തിരക്ക് കഴിഞ്ഞ് റൂട്ടൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വെച്ചാൽ നമുക്ക് വഴി അറിയത്തില്ല. മാപ്പ് നോക്കണം തുടക്കം കുറച്ച് നേരം. കാരണം ഇവിടെ കുറച്ച് ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സർക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. എന്തായാലും ഇന്ന് കോയമ്പത്തൂർ പോയി ശിവൻ്റെ അങ്ങോട്ട് പോകണം. ആദ്യമൊക്കെയായിട്ട് അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മാത്രം ഒരു റൈഡ് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു മുന്നേ. പക്ഷേ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. മറ്റേ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്. അപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് ജില്ലാ കളക്ടറിൻ്റെ വസതി കേട്ടോ ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഈ വഴിയായിരുന്നു നടന്ന് വന്നത്. കുറേ നടന്നു പോയി. അങ്ങോട്ട് ഒരു ആവേശത്തിന് നടന്നു പോയതാണ്. തിരിച്ചിങ്ങോട്ട് നടന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ആ തണുപ്പ്, രാത്രി തണുപ്പും കൂടി കാലുവേദനയായി കിതയ്ക്കുകയും ചെയ്യുന്ന ആകെപ്പാടെ ഭയങ്കര അസ്വസ്ഥതയായി പോയി. മൊത്തം കോടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഊട്ടി എന്ന് പറയുന്നത്. ഊട്ടി ഇന്നലെ ഉച്ചക്കാലത്തെ തണുപ്പൊന്നും ഒന്നുമല്ല. അയ്യോ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് തോന്നുന്നത്. എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ കയറി പോവുക. ആ ബ്ലോക്ക് വരുന്നതിന് മുമ്പ് ഈ റോഡ് കിടക്കാനായിരിക്കണം. നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് വരാം. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം കേട്ടോ. 1000 പറഞ്ഞു. 970 അടിച്ചപ്പോൾ ഫുൾ ടാങ്കായി. അത് കുറേ ഉണ്ടായിരുന്നു. താക്കോൽ വരാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, കൊടുത്താ ഫുൾ ടാങ്ക് ആയപ്പോഴേ
ഫുൾ ടാങ്ക് ആയപ്പോഴേ വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് കൂടി, ഭയങ്കര വെയിറ്റ് അടി. അയ്യോ, ഡോമിനാർ വരുന്നു. ഡോമിനാറൊക്കെ ഫുൾ ടാങ്ക് അടിച്ചാലുള്ള അവസ്ഥ എന്തോ ഈ കണക്കിന്. വണ്ടി തന്നെ 190 കിലോയാ. അയ്യോ ഭയങ്കര വെയിറ്റ് അടി, വെയിറ്റ് ഫ്രണ്ടിൽ. ഇവിടെ പെട്രോളിന് 104 രൂപ, നമ്മുടെ അവിടെ 109 110 ഒക്കെയാണ്. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ 3-4 രൂപ കുറവുണ്ടല്ലോ. അവിടെ ആർമിക്കാരുടെ തോന്നുന്നു കേട്ടോ. തമിഴ്നാട് പോലീസാണോ എന്ന് അറിഞ്ഞൂടാ. പിള്ളേരുടെ എന്തോ എൻ്റെ കൂടെ പട്ടിയെ കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ആർമിയാണോ പോലീസാണോ? പോലീസായിരിക്കും. അല്ല ആർമിക്കാരാണ് കേട്ടോ. ആർമിക്കാരൻ എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും കുറേ പേര് കൂട്ടായിട്ട് ഓടുന്നുണ്ട്. ട്രെയിനിങ് ആണ് സംഭവം, സ്റ്റുഡൻസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ചു ഇവിടെ നിർത്തിയിട്ടേ ഉണ്ട്. ഇവിടുന്ന് മലയാളി പയ്യനെ, പാലക്കാട് നിന്നുള്ളൊരു പയ്യനൊക്കെ ഇവിടെ കടയിൽ കിടക്കും. ഇതാണ് കൂർനൂൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ല കൂർനൂലല്ല, കൂനൂർ. എന്താ റെയിൽവേ സ്റ്റേഷനായത്, കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് മറ്റേ 10 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നില്ല ഊട്ടിയിലെ ട്രെയിൻ യാത്രയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് സാധനം. ഇവിടെ ഫോട്ടോ റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെയാണ് ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞ്. ഞാൻ മൊബൈലിനകത്ത് ഫോട്ടോ എടുക്കാൻ പോയപ്പോഴേ കോപ്പറക്കകത്തൊന്ന് എടുത്തേക്കാന്ന് ചോദിച്ചു. കൂനൂർ. ഈ ചായ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് തളച്ച ചായ ഒഴിച്ച് കൈ തന്നിട്ട് പൊള്ളലറിയുന്നില്ല, ചൂടറിയുന്നില്ല. അതാണ് കോമഡി. വായിക്കകത്ത് വെച്ച് ഇറങ്ങി പോകുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു ചൂടറിഞ്ഞത്. അന്നനാളത്തിൽ കൂടെ ഇറങ്ങി പോകുന്ന ഒരു ചൂട് മാത്രമേ എനിക്കങ്ങോട്ട് അറിഞ്ഞുള്ളൂ കേട്ടോ. നമ്മൾ കോമ്പോ ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് റോഡ്. എൻ്റെ മോനെ അടിപൊളി. ഇതെന്ത് മരമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണപ്പം അതിന്. അപ്പം നേരത്തെ കണ്ട എന്തുവാ അറിയത്തില്ല. ഇത് പൈനാണ്, അറിയത്തില്ല. ഇലയൊക്കെ വേറെ രീതിയിലേക്ക് ഇല്ല, പായൽ പോലുള്ള ഇലയൊക്കെ അതിൻ്റെ. ഇതാണ് റെയിൽവേ ട്രാക്ക്. ഇതാണ് കേട്ടോ. നല്ല റൂട്ടാണ്. ഊട്ടിയിൽ വരിക എന്ന് വെച്ചാൽ നമുക്ക് ഊട്ടിയിൽ വന്ന് കാണാനായിട്ട് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് വലിയ നമ്മുടെ മനം കവരുന്ന ഒന്നുമില്ല. പക്ഷേ അതായത് കാണാനായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി കാണാനായിട്ട് ഒന്നുമില്ല. ഊട്ടി വന്നിട്ട് ഇത് കാണണം, അത് ഊട്ടിയിലാണ് ഇതുള്ളത്, അങ്ങനെയൊന്നുമില്ല. ഊട്ടി മൊത്തത്തിലാണ് നമുക്ക് കാണാനുള്ളത്. ഇതേപോലുള്ള കാഴ്ചകൾ, ആ ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാനുള്ളത്. അത് നമുക്ക് ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് വരികയും പോരുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് മതി. അതാണ് ഊട്ടി. മനം കവരുന്ന കാഴ്ച. പിന്നെ ഈ ഒരു ക്ലൈമറ്റും കൂടെ ആകുമ്പം വേറെ ലെവലാണ്. ഇവിടുത്തെ റോഡ് കുറച്ച് വീതി കുറവാണ് കേട്ടോ. 35 കിലോമീറ്റർ സ്പീഡിലേ പോകാവുന്ന സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിരിപ്പുണ്ട്. റോഡ് ചെറുതാണെങ്കിലും ഡ്രൈവർമാർക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചുരവും കാര്യങ്ങളെല്ലാം ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് നേരമായിട്ട് ചുരമൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. ഒരു ഇറങ്ങി വന്ന് കുറേ കഷ്ടപ്പെട്ടു എൻ്റെ മോനെ, ഒന്നും രക്ഷയില്ല.
എൻ്റെ അയ്യോ, ആ ബസ്സിനെ ഇടയ്ക്ക് വെച്ചൊന്ന് ഓവർടേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് നിമിഷം ഒരു സെക്കൻഡ് കിട്ടിയ ഒരു അവസരമായിരുന്നു. അവസരം നല്ല രീതിയിൽ അങ്ങ് മുതലാക്കി കളഞ്ഞു. ഇവിടെ പോലീസുകാരും അവരുടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. കീപ്പ് ലെഫ്റ്റ് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് പോലീസ്. നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കോയമ്പത്തൂർ ജില്ലയാണ്. ഓക്കെ, നമ്മൾ കോയമ്പത്തൂർ ചുരം ഇറങ്ങി നേരെ വരുത്തുന്നത് കോയമ്പത്തൂരാണ് നേരെ അല്ലേ? ഓക്കെ 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 കോയമ്പത്തൂർ നമ്മൾ ചുരം ഇറങ്ങി സൈഡിലൊക്കെ കാളയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. അവിടെ നമ്മൾ ചായ മാത്രമേ കുടിച്ചുള്ളൂ, ഫുഡ് കഴിച്ചില്ല. ഇനി തമിഴ്നാട്ടിലെ ഫുഡ് രാവിലത്തെ ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടിയ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ടെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാലാണ് നല്ല ഫുഡ് കിട്ടും. അല്ലാതെ നോൺ വെജും കിട്ടുന്നുണ്ട്, പക്ഷേ കൂടുതലും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ വെജിറ്റേറിയൻ ഫുഡ്, അത് രാവിലത്തെ പ്രാതൽ, അതായത് മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കാണും തമിഴ്നാട്ടിലെ. ഇവിടെ കടകളോ വീടുകളോ ഒന്നുമില്ല. കുറേ കവുങ്ങിൻ്റെ തോട്ടമുണ്ട്, ഏതൊക്കെയോ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. റോഡ് നൈസാണ്, നല്ലൊരു മൂടലങ്ങ പോയി. ഇത് പുളിമരമാണെന്ന് തോന്നുന്നു റോഡിന് നടുക്കിങ്ങനെ നിൽക്കുന്നതേ. ആ കവുങ്ങിൻ്റെ തോട്ടം കണ്ടോ? കൂടുതലും കവുങ്ങ് കൃഷി. ഇവിടെ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്, ഓല കൊണ്ടുള്ള ചായക്കട കണ്ട റൈറ്റ് സൈഡിൽ കണ്ട, ഓല കൊണ്ടുള്ള ചായക്കട. കരിക്ക്, ഇത് ചായക്കട അല്ലേ, ഇത് കരിക്ക. ആ ചുരം ഇറങ്ങി എൻ്റെ ക്ഷീണം അങ്ങ് മാറി, കുറച്ച് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ആ ചുരത്തിൽ എന്തുവായിരുന്നു, ക്ലച്ചും ബ്രേക്കും പിടിച്ച് താങ്ങി 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 എൻ്റെ പൊന്നേ ചത്ത് വിരളൊക്കെ ഒരു പരുവായി, പഞ്ചറായി പോയെന്ന് വേണമെങ്കിൽ പറയാം വിരളൊക്കെ. 6, 7, 8, 9, 10 എൻ്റെ അമ്മേ. അവിടെ അപ്പാപ്പ മട്ടൻ ചാടുന്നു. രക്ഷപ്പെട്ടു. ഇതാണ് പ്രശ്നം. മറ്റേ 5-6 ഹമ്പ് ഒരുമിച്ചുള്ളത് കണ്ണി പെടത്തില്ല, ടട്ട എന്നും പറഞ്ഞു വരും. ഇവർ ഇത്രയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് വലിയ ഒരെണ്ണം എനിക്ക് കണ്ണിലും കാണാൻ പറ്റും. ഇത് നമ്മൾ വിചാരിക്കും സീബ്ര ലൈനാണ്. എൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഇത്രയും വലിയ ഹമ്പുണ്ടെന്ന് മനസ്സിലാവുന്നത്. വലുതല്ല, വളരെ ചെറിയ ഹമ്പ്, ഒരു 7-8 നിരത്തി പിടിച്ചും കിട്ടേക്ക്. ദാണ്ട് ഇവിടെ ഉണ്ട്, കാളേനെ കഴിച്ചു വിട്ടേക്കുന്നുണ്ട്. കാളയും പശുവും കഴുത്തെ കയറ് പോലും ഇല്ല. നമ്മളൊക്കെ നാട്ടിൽ കോഴിയെ വളർത്തുന്നല്ലേ, ഇവരൊക്കെ പശുവിനെയും കാളേനെയൊക്കെ വളർത്തുന്നത്. നമ്മൾ കോയമ്പത്തൂർ എത്തിയോ നമുക്കറിയത്തില്ല. നമുക്ക് ഇച്ചിരി തിരക്ക് ഇച്ചിരി ഒന്ന് കുറഞ്ഞ് മൈൻഡ് റിലാക്സായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഷോപ്പോ ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ. ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഇവിടെ എന്താണെന്നറിയത്തില്ല. ഊട്ടിക്ക് സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ടൂർ വന്ന ബസ്സാണത്. പിള്ളേരുടെ സന്തോഷം, ഈ സന്തോഷമൊക്കെ ഊട്ടിയിലെത്തുമ്പോൾ നിൽക്കും. വേറെ ഒന്നുമില്ല, അത്രയ്ക്ക് തണുപ്പാണ്, സഹിക്കാൻ പറ്റൂല. വണ്ടി റൈറ്റിലേക്ക് എടുക്കാൻ ഇൻഡിക്കേറ്റർ കാണുന്ന രീതി വെച്ചൂടെ. 5-6 പൊട്ട് വെച്ചേക്ക് LED ലൈറ്റ് ആണെന്ന് പറയും. രാത്രിയാണെങ്കിൽ ഓക്കെ, പകലാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും. അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, സീബ്ര ലൈൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവും. കണ്ട 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 ദൂരെ നിന്ന് നോക്കുമ്പോൾ സീബ്ര ലൈനാണ്. നമ്മൾ അടുത്തെത്തുമ്പോഴാണ് 5-6 ഹമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കുതിരേനെ പോലെ ചാടിച്ചോണ്ട് പോകും. ആ വെള്ള വരയില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ബോർഡർ റഹ്മത്ത്. അയാളെ പിടിച്ചിട്ടേനെ നോക്കിക്കൊണ്ട് പോകുന്നു. നോക്കി വണ്ടിയുടെ മുമ്പിൽ കൊണ്ട് വെച്ചേ അയാളെ നോക്കിക്കൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള പല കോമഡികളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വലിയ ഹമ്പുണ്ടെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വലിയ ഹമ്പല്ല,
ചെറിയ ഒരുപാട് കമ്പുകൾ ചേർന്നുള്ളത്. തമിഴ്നാട്ടിലെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഈ സാധനം. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യനെ നടുവ് കളയാനായിട്ട്. ഇവിടുന്ന് നമുക്ക് എവിടെ ആൾ വിളിച്ച് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് റെഡി ആയോ എന്ന് അറിയാനായിട്ടാണ് അങ്ങോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. വെജ് നോൺ വെജും ഉണ്ട്. ഓക്കെ, ഐശ്വര്യം മെസ്. നമുക്കിനി വളരെ കുറച്ച് ദൂരം, ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കൂടിയൊക്കെ ഉള്ളൂ നമ്മുടെ ആദിയോഗി ശിവൻ്റെ സ്റ്റാച്യു. അവിടേക്ക് എത്താനായിട്ട് ഇപ്പം അങ്ങോട്ട് പോവുക. ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഹൈവേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിലല്ല. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഏത് സ്ഥലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ പാടില്ല. പക്ഷെ റോഡ് അത്യാവശ്യം ഫ്രീ ആണ്, നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പല തനി ഗ്രാമപ്രദേശത്തൂടെ. എന്ത് രസമെന്ന് പറയാം, ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സ്മൂത്ത് റോഡും 2 സൈഡിലും നല്ല പച്ചപ്പും ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ പീടികകളും. വണ്ടിയായിട്ട് പോകുമ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. അമ്മേ, ഒരു കുഴിക്കകത്ത് നിന്ന് വീണ് നല്ല രസമായിരുന്നു. ശരി, എങ്ങോട്ടാ? ഇല്ല, ഇതാണ് ഭഗവാനെ ആദിയോഗിയിലേക്കുള്ള ആ ഒരു കവാടം. നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അകത്തോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. എനിക്കറിയത്തില്ല എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം. 6 to 6 സ്പീഡ്, 20 കിലോമീറ്റർ സ്പീഡ്. ഞാൻ 30 ഓടിക്കുന്നത്, 20 എഴേണ്ടി വരും. കാരണം ഇത് ഈ ഒരു ശിവൻ്റെ ഈ ഒരു പ്രതിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മലയുടെ ബാക്ക്ഗ്രൗണ്ടാണ് വരിക. അത് ആ മലകളായിരിക്കണം കാണുന്നത്. കണ്ട് യോ, ആ ഒരു വ്യൂ നോക്കിയേ. അവിടെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ വരണം. അത് ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ടിക്കറ്റ് ഉണ്ടോ? ഏ, ₹10 കൊടുക്കണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാട്ടെ. ആളുകൾക്ക് പാർക്കിംഗ് ഒന്നുമില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്കിവിടെ ₹10 കൊടുക്കണം. ₹10 വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ഫ്രണ്ടിലെ സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുവിധം ഞാനിവിടെ എത്തി. നമ്മുടെ ആദിയോഗി ഈശാ ടെമ്പിൾ.
വൻ ജനസാഗരമാണ് മക്കളെ ഇവിടെ. വൻ ജനസാഗരം എന്നൊന്നും പറയാനൊന്നുമില്ല. ഏകപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള സ്ഥലമാണ്. 4 വശവും നല്ല വൈഡായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. മല നിറയായിരുന്നു. 4 വശം മലയുണ്ട്. ഈ ഭാഗത്ത് മാത്രം മലയില്ല. കുറേ പണി എന്തോ നടക്കുന്നുണ്ട്. JCB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. 4 വശവും മലയും കാര്യങ്ങളും. അവിടെ എൻ്റെ പൊണ്ടാട്ടി ചെയ്യുന്നു. എൻ്റെ പൊണ്ടാട്ടിയാണെങ്കിൽ സെൽഫി സ്റ്റിക്കും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രണ്ടിൽ കാണുന്നുണ്ടോ? കാണാം. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് എൻ്റെ വൈഫിനെ ഞാൻ PSCക്ക് കൊണ്ട് അഡ്മിഷൻ എടുപ്പിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയൊക്കെ ആവുന്നേ ഉള്ളൂ. PSCക്ക് അഡ്മിഷൻ എടുപ്പിച്ച്. അപ്പോൾ ആഴ്ച 4 ദിവസം ക്ലാസ്സുണ്ട്. അപ്പം എനിക്കിപ്പോൾ 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ വല്ലപ്പോഴും അവളെയും കൂടെ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ വരച്ച് ഞങ്ങൾ രണ്ടുപേരും മസനഗുഡി വഴി ഊട്ടിക്കൊരു യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ബൈക്കിൽ. അപ്പോൾ പിന്നെ ഞായറാഴ്ച തൊട്ട് ഞങ്ങൾ ക്ലാസ്സിന് പോകണം. അതുകൊണ്ട് നിപ്പിലെടുത്തൊരു തീരുമാനമാണ് മസനഗുഡി വഴി ഊട്ടിക്കൊരു യാത്ര. അതിപ്പോൾ ദാണ്ട് ഇവിടം വരെത്തി. ഇവിടേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമില്ല. അപ്പോൾ തിരിച്ച് റിട്ടേൺ വരുന്ന കോയമ്പത്തൂർ വഴി വരികയാണല്ലോ. അതുകൊണ്ട് ഇവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ച് ഞാനിങ്ങെത്തി. ഒരുപാട് സന്തോഷം. ഇത് കാണാൻ ഭീകരമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ളതാണ്. അതിൻ്റെ ഇവിടെ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേക്കാളും മാരകമായ ലുക്കാണ്. കാരണം അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അടഞ്ഞ കണ്ണുകളും ശരിക്കും ജീവനുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ജീവനുള്ളതുപോലെ തോന്നും. നമ്മൾ ബൈക്കിൽ നിന്ന് അങ്ങനെ വരുന്ന സമയത്ത് അവിടുന്ന് നടന്നു വരണം. ബൈക്ക് നമുക്ക് അവിടെ കണ്ട് നിർത്തി വെച്ചേക്കുന്നത്. അവിടുന്ന് നമ്മളിട്ട് നടന്നു വരണം. ആ നടന്നു വരുന്ന സമയത്ത് ഒത്ത സെൻറ്ററിൽ ഇതാണ്ട് ഈ ഒരു വ്യൂ. അത് മാറി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മലയാണ്. അവിടെ മൊത്തം മലയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മല കുറച്ച് ക്ലിയറായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ ആ ഭാഗത്ത് എന്തോ ഒരു പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഓൾറെഡി ഞാൻ കുളിച്ചിട്ടില്ല. ഊട്ടിയിലായതുകൊണ്ട് കുളി നടന്നിട്ടില്ല. ശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഇനിയിപ്പം ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷനൊന്നുമില്ല. മാക്സിമം വീടിനടുത്തോട്ട് കവർ ചെയ്യുക. എവിടെയാണോ രാത്രി ആവാറാകുമ്പോൾ എത്തുന്നത്, ഏത് ജില്ലയിലാണോ എത്തുന്നത്, അവിടെ സ്റ്റേ അടിക്കുക. നാളെ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തുക. ഇതാണ് പരിപാടി. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായി എന്ന് വേണം പറയാൻ. ഉടനെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കാതെ എന്നെങ്കിലും ഒരു 2 ദിവസത്തെ യാത്ര ബൈക്ക് എടുത്തുകൊണ്ട് 2 ദിവസത്തെ ആദിയോഗിയിലോട്ടുള്ള ഇങ്ങോട്ടുള്ളൊരു യാത്ര, 2 ദിവസത്തെ ഒരു യാത്ര ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നത്തേക്കാണെന്ന് എപ്പോൾ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് നടന്നു കിട്ടി. കിതയ്ക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. നല്ല വെയിലുണ്ട്. ഒരുപാട് അവിടെ നിന്ന് നടന്നും കൂടെ വന്നേ വിയർത്ത് കുളിച്ച് നല്ല പൊരി വെയിലത്ത് ഇവിടെ നിൽക്കുന്നതേ. ഞാൻ മാത്രം ഇവിടെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട്. അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിന്നിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുള്ള മൈക്കെല്ലാം കൂടെ വലിച്ചൂരി ഷർട്ടിൽ കുത്തണം. അത് ചടങ്ങ് പരിപാടി. അതിനേക്കാൾ നല്ല കുറച്ച് നേരം ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ ആദിയോഗി അടുത്തുനിന്ന്. അപ്പോൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഒരു വെയിലാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. കുഴഞ്ഞ് നാശമായി പോയെന്ന് വേണം പറയാൻ. വെയിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ വന്നാൽ നല്ല വ്യൂ എന്ന് പറഞ്ഞത്. കാരണം ലൈറ്റിംഗ് ഒക്കെ ഒരുപാടുണ്ടാവുമല്ലോ. ഈ നീല ഈ വിഷം കുടിക്കുന്നൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ മഹാദേവന്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ഇതിനകത്തുണ്ടാവും രാത്രിയിൽ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം 200-300 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ ആലപ്പുഴയ്ക്ക്. അപ്പോൾ ആലപ്പുഴയിലാണ് നമ്മുടെ വൈഫിൻ്റെ ഹൗസ്. അപ്പം നേരെ അങ്ങ് വൈഫ് ഹൗസിലോട്ട് പോയിട്ട് നാളെ നമ്മുടെ വീട്ടിലോട്ട് പോകാനാണ് തീരുമാനം. അപ്പം
ഒരു 5-6 മണിക്കൂർ ഇന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് മുമ്പ് എന്തായാലും വൈഫ് ഹൗസിലെത്തും. അപ്പോൾ എത്ര ലാഗാണെങ്കിലും സ്പീഡാണെങ്കിലും ഇപ്പോൾ സമാധാനത്തിൽ പോയാൽ മതി. 10 മണിക്ക് മുമ്പ് എന്തായാലും വൈഫ് ഹൗസിലെത്തുന്നുണ്ട്. അതുകൊണ്ട് നാളെ വീട്ടിലെത്തും. അപ്പോൾ ഇന്ന് വേറെ സ്റ്റേയും കാര്യങ്ങളും നോക്കിയൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. ചെറുതായിട്ട് വഴി തെറ്റിപ്പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വന്ന വഴി തന്നെയാണ്, വന്ന വഴി തന്നെ കാണിച്ച് ഇതാക്കുന്നില്ല.